നമസ്കാരം, ഞാൻ നിങ്ങളുടെ അജിമൽ ഉപ്പുസേസം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള അരുവിക്കര ഡാം സൈറ്റിലാണ്. ഇവിടെ മത്സ്യങ്ങൾക്ക് അരിയും പൂവും നേർച്ചയായി സമർപ്പിച്ചാൽ നമ്മുടെ മുഖത്തോ കയ്യിലോ കാലിലോ ഉണ്ടാകുന്ന അരുമ്പാറ, അതായത് ചെറിയ ഉണ്ണികൾ മാറിപ്പോകും എന്നൊരു ഐതിഹ്യമുണ്ട്. ഇവിടെയാണ് മീൻ കടവ്. ഈ മീൻ കടവിലേക്കാണ് ആൾക്കാർ നേർച്ചയുമായി എത്തുന്നത്. ഇവിടെ മത്സ്യങ്ങൾ കൂട്ടമായി കാണപ്പെടുന്നു. അവയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അരിയും പൂവും നേർച്ചയായി ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ മത്സ്യങ്ങൾ വന്ന് കഴിക്കുകയും അതോടുകൂടി ഇവരുടെ അസുഖം ഭേദമാകുകയും ചെയ്യും എന്ന് ഒരൈതിഹ്യമുണ്ട്. ആ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ട് മനസ്സിലാക്കാം. ഈ കാണുന്നതാണ് ഡാം സൈറ്റ്. അത് വേദിയിലാണ് വഴിപാട് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. അവിടെ പോയി ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയിട്ട് ഇല്ല, അവിടെ വഴിപാട് ചെയ്ത് പൂജാ കൗണ്ടറിൽ വച്ചിട്ടുണ്ട്. 20 രൂപ ഒരു പൊതി. അത് 3 പ്രാവശ്യം തലയ്ക്ക് തന്നിടും. കാസർഗോഡ് ഇവിടുന്ന് കോഴിക്കോട് അവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ഈ ഒരു പ്രാവശ്യം വന്ന് ഇട്ട് പോയവർ അടുത്തടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് വളരെ ഫലസിദ്ധി ഉണ്ട്. പിന്നെ മീനിന് പൂജയുണ്ട് പുറത്ത്. മീന് പ്രത്യേകിച്ച് ദേവി പൂജയുണ്ട്. മീനൂട്ടം എന്ന് പറയും. മീനൂട്ടെന്നാണ്. അതിന് മീൻ കടവ് അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. അതിന് പൂജാരി ഉണ്ടാവും. അതാ പോറ്റുമാർ വരും. ഇവിടെ ഉണ്ടാവും. അത് അമ്പലത്തിൽ മീനൂട്ടിന് സാറിന് നേരത്തെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് വരി എഴുതുമ്പോഴത്തേക്ക് അതിന് തന്നെ സാധനമൊക്കെ വേണമെന്ന് അവർ പറഞ്ഞു. അത് ക്ഷേത്രത്തിൽ തന്നെ കൊണ്ട്